ഇന്ന് രാജ്ഭവനിൽ കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുത്തിരുന്നു. ഇടതുമുന്നണിയുടെ മുൻ ധാരണ പ്രകാരമാണ് 2.5 വർഷങ്ങൾക്ക് ശേഷം മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ രാജിവെക്കുകയും തുടർന്ന് കെ.ബി. ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിമാരായി നിയോഗിക്കുകയും ചെയ്തത്. ഗതാഗതമാണ് ഗണേഷ് കുമാറിന് നൽകിയത്. ആന്റണി രാജു ആയിരുന്നു ഇതിനു മുമ്പ് ഗതാഗത മന്ത്രിയായി നിന്നിരുന്നത്. ഗതാഗതത്തിനോടൊപ്പം സിനിമയും ചോദിച്ചിരുന്നു ഗണേഷ് കുമാർ. പക്ഷേ CPM അത് നൽകാൻ തയ്യാറായില്ല. കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ വിഭാഗം കൊടുക്കാനാണ് സാധ്യതയേറെ. എന്തായാലും 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലേക്ക് പുതിയ 2 മന്ത്രിമാർ എത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് രാജ്ഭവനിൽ നടന്നതെങ്കിലും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഇടപെടലുകളായിരുന്നു. അവർ എങ്ങനെ പരസ്പരം അഭിസംബോധന ചെയ്യും, പരസ്പരം മിണ്ടുമോ എന്നൊക്കെയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ സഖാവ് പിണറായി വിജയനായ മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറും തമ്മിലുള്ള പോർവിളികൾ, പോരാട്ടങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ വലിയ വാർത്തകളായിരുന്നു. മന്ത്രിസഭ തീരുമാനിച്ച് പുറപ്പെടുവിക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെ കടുംപിടുത്തം പിടിക്കുന്ന ഗവർണർ, അതായത് യാതൊരു തരത്തിലും സുഗമമായി സർക്കാരിന് ഭരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്ന ധാരണയോടുകൂടി BJPക്ക് കേരളത്തിലേക്കുള്ള ഒരു ആദ്യ ചവിട്ടുപടി എന്ന തരത്തിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള പല തന്ത്രങ്ങളുടെ ഭാഗമായി നിയമസഭയിൽ നിന്ന് അംഗീകരിച്ചു വിടുന്ന ബില്ലുകൾ ഒപ്പുവെക്കാതെ തടഞ്ഞു വെക്കുന്ന ഗവർണർ, അദ്ദേഹത്തിനെതിരെ വലിയ പോർവിളികൾ ഉയർത്തുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ പിന്നോട്ട് മാറുന്നു. മന്ത്രിമാരും SFI പ്രവർത്തകരും DYFIക്കാരും ഒക്കെ ആ പ്രതിഷേധങ്ങൾ ഏറ്റെടുത്ത് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നു. അങ്ങനെ സർക്കാരിനോട് പൂർണ്ണമായും വിയോജിപ്പുള്ള, സർക്കാരിനോട് പൂർണ്ണമായും വിദ്വേഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഗവർണർ, ആ ഗവർണറും ഗവർണറെ കൃത്യമായി വിമർശിക്കുന്ന കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രിയും ഒരു വേദി പങ്കിട്ടാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അത് തന്നെയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുന്നു. വേദിയുടെ മധ്യത്തായി മനോഹരമായ ഒരു കസേരയിൽ ഗവർണർ ഇരിക്കുന്നു. ഇടതുഭാഗത്തായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നു. പരിവാരങ്ങൾക്ക് നടുവിലൂടെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുവാൻ കടന്നു വന്ന ഗവർണറുടെ മുഖത്തു നോക്കുകയോ ചിരിക്കുകയോ ചെയ്യാതെ കേരളത്തിന്റെ ഇരട്ടച്ചങ്ങൻ എന്ന വിളിപ്പേരുള്ള സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിശബ്ദമായി തന്നെ ഇരിക്കുന്നു. ഒരു ചിരി പോലും പടർത്താതെ, അഭിസംബോധന ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ് മുഖ്യൻ. ഗൗരവത്തിൽ ഗവർണറും ഒട്ടും പിറകിലായിരുന്നില്ല. അങ്ങനെ വലിയ ചിരിയോ മുഖമോ ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയില്ല ഗവർണർ. രണ്ടുപേരും ഒരേ വേദിയിൽ 6 മിനിറ്റോളം പങ്കിടുന്നു. ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരുടെ മുഖത്തും നോക്കുന്നില്ല, ചിരിക്കുന്നില്ല ഗവർണർ. അദ്ദേഹം വലിയ പിണക്കത്തിലാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു മുഖഭാവങ്ങൾ. പിണറായിയും ഒട്ടും പിന്നിലല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തും വലിയ പിണക്കങ്ങൾ നിഴലിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ വലിയ പിണക്കത്തിൽ തന്നെ. മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ അവിടേക്ക് തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മുഖമായിരുന്നു ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ഒരു തരി പോലും ചിരിയില്ലാത്ത വിളറിയ മുഖം കൊണ്ട് ഗവർണറും മുഖ്യനും വലിയ മൂകതയോടുകൂടിയായിരുന്നു ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. വളരെ ഗൗരവത്തോടുകൂടി ഗവർണർ വരുന്നു, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും തങ്ങളുടെ സത്യവാചകങ്ങൾ ചൊല്ലുന്നു. 6 മിനിറ്റ് കൊണ്ട് ചടങ്ങ് അവസാനിക്കുന്നു. വേദിയിൽ നിന്ന് ഉടനടി ഗവർണർ പോവുകയും ചെയ്തു. അതിനുശേഷം സാധാരണ രാജ്ഭവനിൽ വെച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ചായ സൽക്കാരം ഉണ്ടാവുന്നതാണ്. ആ ചായ സൽക്കാരം ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ചാണ് സാധാരണ അത്തരത്തിലുള്ള ചായ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക. പക്ഷെ ഇന്ന് ഗവർണറുടെ മുഖത്ത് പോലും നോക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ചായ സൽക്കാരത്തിൽ പങ്കെടുത്തില്ല. മന്ത്രിമാരും ചായ സൽക്കാരത്തിൽ പങ്കെടുത്തില്ല. ആകെ പങ്കെടുത്തത് 2 പുതിയ മന്ത്രിമാരും AK ശശീന്ദ്രനും മാത്രമാണ്. ബാക്കിയുള്ള CPIയുടെയും CPMന്റെയും മന്ത്രിമാർ അവിടെ നിന്ന് അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. തെരുവുകളിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒക്കെ നടന്നിരുന്ന പോർവിളികളും പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരെ നീളുന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് കണ്ടറിയേണ്ടതാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പിണക്കത്തിന്റെ അന്ത്യം എന്നായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.